മലപ്പുറത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് അച്ഛനും മകനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. നിലമ്പൂർ എരുമമുണ്ട സ്വദേശി പുത്തൻപുരയ്ക്കൽ തോമസ്, മകൻ ടെൻസ് തോമസ് എന്നിവരാണ് മരിച്ചത്. വീട്ടിൽ കുഴഞ്ഞു വീണ തോമസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മകൻ ടെൻസ് വാഹനത്തിൽ കുഴഞ്ഞു വീണത്. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സമീർ ബിൻ കരീം മലപ്പുറത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഏറെ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ് അവിടെ നിന്നും വരുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അച്ഛനും മകനും മരിക്കുക. എന്താണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. നിലമ്പൂർ എരുമമുണ്ട സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ തോമസ് 78 വയസ്സാണ്. ഇദ്ദേഹം വീട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെയുമായി മകൻ തോമസ് 50 വയസ്സുണ്ട്. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ആശുപത്രിയിലേക്ക് ചുങ്കത്തറയിലെ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് വാഹനത്തിൽ വെച്ച് ഈ മകൻ ടെൻസിനും ഈ ഹൃദയാഘാതം ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുന്ന ഒരു ഘട്ടവും ഉണ്ടായിരിക്കുന്നത്. പിന്നാലെ രണ്ടുപേരെയും ചുങ്കത്തറയിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഈ അച്ഛന്റെയും മകന്റെയും ഈ ഒരു മിനിറ്റുകൾ വ്യത്യാസത്തിലുള്ള ഈ മരണം ഈ ഒരു നാടിനെ ആകെ ആഴ്ത്തിയിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങൾ നൽകിയത്.